ഷലോം. നെറീന ഫ്രാൻസിസ് എറുഷലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, എല്ലാവരും സുഖമായിരിക്കുന്നു? എന്തു വിധി ഇത്, വല്ലാത്ത ചതിത്, ഓർക്കാപ്പുറത്തെൻ്റെ പിന്നീന്നൊരടിയത്. മൊത്തം ഇരുട്ടാണ്, അതിനകത്തിരിപ്പാണ്, കത്തണ വെയിലത്തും കണ്ണ് കാണാതിരിപ്പാണ്. മൊത്തം ഇരുട്ടാണ്, അതിനകത്തിരിപ്പാണ്, കത്തണ വെയിലത്തും കണ്ണ് കാണാതിരിപ്പാണ്. കേഴുന്നു നിന്നോട് തൊഴുത്, ഇസ്രായേലെ വെടിയൊന്ന് നിർത്ത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേലിനോട് ആവേശത്തിന്റെ പേരിൽ ചൊറിയാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇസ്രായേൽ ഇപ്പോൾ JCB കൊണ്ട് മാന്തി ഒരു പരുവത്തിലാണ് സത്യത്തിൽ ഈ തീവ്രവാദികളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. വാർത്തകൾ നിങ്ങൾ കേട്ട് കാണും എന്ന് ഞാൻ ചിന്തിക്കുന്നു. കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇൻഫർമേഷൻ പാസ് ചെയ്യാം. പൊട്ടി പേജർ പൊട്ടി. അതെ പേജർ പൊട്ടി. അപ്പം എൻ്റെ പ്രിയ സഹോദരങ്ങളെ, സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അറിഞ്ഞു തുടങ്ങിയോ? ഹിസ്ബുള്ളയുടെ മൂട്ടിനകത്ത് ഇസ്രായേൽ മിസൈൽ കയറ്റിക്കൊടുത്തു. അങ്ങനെ ഹിസ്ബുള്ള ഇപ്പം കണ്ടം വഴി 4 റൗണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ ഓട്ടം എവിടെ അവസാനിക്കും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഹിസ്ബുള്ളയുടെ മൂലത്തിനകത്ത് ഇസ്രായേൽ കയറ്റിക്കൊടുത്ത മിസൈൽ എന്തായാലും ഗുണം ചെയ്തു. അതായത് ഹിസ്ബുള്ള തീവ്രവാദികളെല്ലാം കൂടി ഈ തീവ്രവാദ ആക്രമണത്തിന് വേണ്ടി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്ന വയർലെസ് സംവിധാനമുണ്ട്, മോട്ടോർലയുടെ വൈറസ് സംവിധാനം വെച്ച് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും തീവ്രവാദികൾ തമ്മിൽ സംസാരിക്കുകയും അവരുടെ തീവ്രവാദ ആക്രമണങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു വയർലെസ് സംവിധാനം വെച്ചിട്ടാണ്. അപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തെന്നറിയാമോ? അതങ്ങ് ഹാക്ക് ചെയ്തു. അങ്ങനെ ആ വയർലെസ് ഏതവന്റെ എല്ലാം പോക്കറ്റിലിരുന്നോ ആ ഹൃദയം പൊട്ടി അവൻ ചത്തു. ഏതവനൊക്കെ ചെവിയിൽ വെച്ചോണ്ടിരുന്നോ തല പൊട്ടി അവൻ ചത്തു. ഏതവനൊക്കെ ഇതിനിടയിൽ വെച്ചോണ്ടിരുന്നോ ഹൂറിയെ കിട്ടാതെ അവന്റെ സുനാമിയും പൊട്ടി അവൻ ചത്തു. അങ്ങനെ 10,3500 വയർലെസ് പൊട്ടിത്തെറിച്ചു എല്ലായിടത്തും. പേജർ ബോംബ്, അത് തന്നെ വയർലെസ് സംവിധാനമാണല്ലോ പേജർ ബോംബ്. അങ്ങനെ എല്ലായിടത്തും പൊട്ടിത്തെറിച്ച് അങ്ങനെ അവിടങ്ങളിലായിട്ട് ഹിസ്ബുള്ള തീവ്രവാദികളെല്ലാം ഹൂറിയെടുത്ത് ഒറ്റയടിക്ക് പോയിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഹൂറികൾ പോലും നെട്ടിപ്പോയി ഇസ്രായേലിന്റെ ഈ ഒരു ഇത് കണ്ടിട്ട്. ഇസ്രായേലിന്റെ ഈ ഒരു വലിയൊരു ശ്രമം കണ്ടിട്ട് ഹൂറികൾ വളരെ വീഴ്ചയടിച്ചിരിക്കുകയായിരുന്നു. ഇവരെയൊക്കെ കാത്ത് എപ്പ വരും, എന്നു വരും എൻ പ്രാണനെ നീ, എന്നു വരും എൻ പ്രാണനെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഹൂറികളുടെ കണ്ണുനീരും ഒക്കെ അവരിങ്ങനെ കാത്തിരുന്നു. കാരണം ഇസ്രായേൽ ഭയങ്കര ക്ഷമയുള്ളവരാണ്. ഇസ്രായേൽ അങ്ങനെ ഒറ്റയടിക്കൊന്നും എന്ത് ചെയ്യത്തില്ല, കാലേ വാരി നിലത്തടിക്കത്തില്ല. ഇസ്രായേൽ വളരെ ക്ഷമയോടുകൂടി വളരെ സാവധാനത്തിലാണ് ഇസ്രായേൽ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഹൂറികൾക്കെല്ലാം മനസ്സിലായി, ഇസ്രായേലിനെ നമ്പിയിട്ടൊന്നും കാര്യമില്ല, നമ്മുടെ കാര്യം ഇസ്രായേൽ എന്തായാലും നടത്തിത്തരാൻ പോകുന്നില്ല. അഥവാ ഇവന്മാരൊന്ന് ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ പ്രയോജനമുള്ളൂ എന്നുള്ളത് ഹൂറികൾക്ക് മനസ്സിലായി. അല്ലാതെ ഇസ്രായേൽ ഡയറക്റ്റ് ഇവന്മാരെ പറഞ്ഞു വിടില്ല. അപ്പോൾ ചൊറിയാൻ വേണ്ടി കാത്തിരുന്നു. അപ്പോഴാണ് ഇസ്രായേലിന്റെ ഒരു കാര്യം മനസ്സിലായത്. ഇസ്രായേലിനെ നേരത്തെ കൂടി കാലേ വാരി ചൊറിയാനായിട്ട് ഇറാന് ഒരു 6,500 മിസൈലുകൾ ഓൾറെഡി കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ ഓപ്പറേഷനിൽ ഇസ്രായേൽ അവിടെ ചെന്ന് 100 വിമാനങ്ങൾ ഇസ്രായേലിന്റെ താഴെ കൂടി റഡാറിൽ പറക്കാതെ പോയിട്ടാണ് അവന്മാരുടെ ഈ 6,000 മിസൈലുകൾ അണ്ടർഗ്രൗണ്ടിൽ വെച്ച് തീർത്തു കളഞ്ഞത്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം മാസം ഒരു ഓപ്പറേഷൻ ഇസ്രായേൽ നടത്തിയിരുന്നു. അതോടുകൂടി കുറച്ച് ആൾക്കാരിങ്ങനെ പതുങ്ങിയിരുന്നതാണ്. ഇപ്പം അങ്ങനെയല്ല, പേജർ വഴിക്ക് വയർലെസ് സംവിധാനം വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവന്മാരെന്ത് ചെയ്യുകയാണ്, കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ഇസ്രായേലിനെ തീർക്കാം, എങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഈ ഇസ്രായേലിന്റെ ഹമാസ് ഹിസ്ബുള്ളയുടെ ഉയർന്ന നേതാവിന്റെ 2 മക്കള് നേരത്തെ കൂടി പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടി 72 ഹൂറികളല്ല, 7ഉം 14 144 ഹൂറികൾ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഒരാൾക്ക് വേണ്ടിയിട്ട്. കാരണം തലപ്പത്തിരിക്കുന്ന ആളല്ലേ, തലപ്പത്തിരിക്കുന്ന ആളല്ലേ. അതുകൊണ്ട് കുറെ എണ്ണങ്ങൾ എന്ത് ചെയ്തു,
നേരത്തെ കൂടി കാലേ വാരി പോയിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ പിന്നെ ഇറാന്റെ തലപ്പത്തിരിക്കുന്ന ഒരുത്തന്റെ കാലോ കയ്യോ എങ്ങാണ്ട് പോയിട്ടുണ്ട്. അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഇറാന്റെ തലപ്പത്തിരിക്കുന്നവന്മാരെല്ലാം ഇവിടെ തന്നെ ഉണ്ട്, ലെബനോനിൽ തന്നെ വന്ന് കടകിടപ്പുണ്ട്. എങ്ങനെയടാ നമുക്ക് ഇസ്രായേലിനെ തീർക്കാം, എങ്ങനെയടാ നമുക്ക് ഇസ്രായേലിനെ വെടിവെച്ച് എങ്ങനെയടാ യുദ്ധം ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് അടകിടക്കുകയാണെന്നുള്ളത് അതിൽ നിന്നും ഒരു കാര്യം ബോധ്യപ്പെട്ടു. മനസ്സിലായോ? ഇവന്മാർ ഇസ്രായേലിന്റെ കാലിന്റെ മൂട്ടിൽ തന്നെ, ഈ ലെബനോന്റെ കാലിന്റെ മൂട്ടില് ഇവന്മാർ ഒന്ന് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇറാന്റെ തലപ്പത്തൊരുക്കുന്ന ഒരുത്തന്റെ കാലോ കയ്യോ എങ്ങാണ്ട് പോയിട്ടുണ്ട് ഈ സാധനം വെച്ച്. എന്തായാലും ഇസ്രായേല് ഒറ്റയടിക്ക് എല്ലാമാരെയും ഇനി ഒരുത്തം പേടിക്കണം. ഇസ്രായേലിന്റെ വിരോധമായിട്ട് കയ്യിലൊരു വയർലെസ് ഫോൺ എടുത്താൽ പോലും പേടിക്കണം. ഇസ്രായേലിന് വിരോധമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ വയർലെസ് ഫോൺ എടുക്കുന്നേ എന്ന് പറഞ്ഞ് പേടിക്കണം. അതിനാണ്. മനസ്സിലായോ? എന്റെ പേജിൽ വന്ന് കണ്ടോ കാക്കാമാര് വന്ന് കരയുന്നത്. മുമ്പ് കരച്ചിലോട് കൂട്ടക്കരച്ചിലായിരുന്നു. പക്ഷെ ഇപ്പൊ കാക്കാമാർക്ക് കരയാൻ തന്നെ പേടിയുണ്ട്. കാരണം ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട് റീന സംസാരിക്കുന്നതാണ്. അപ്പോൾ ആ വേരിൽ കിടക്കുന്നത് കൊണ്ട് അതിന്റെ സ്വഭാവം ചിലപ്പോൾ ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട് റീന കാണിച്ചാലും കാണിക്കും. അതുകൊണ്ട് കാക്കാമാർക്ക് പേടിയാണ് ഈ പേജിൽ ഇപ്പൊ വന്നിരുന്ന് കരയാൻ. ഇതുപോലെ തന്നെയാണ് അലക്സ് സ്മിത്ത്. ആദ്യം നിന്റെ സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നമുക്ക് കമന്റ് ഇടാൻ മോനെ, കമന്റ് ഇട്ട് കരയാം. അതിനുള്ള മറുപടിയൊക്കെ ഞാൻ തരാം. മോൻ ചെല്ല്. ഇപ്പൊ ചേച്ചി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഏതെങ്കിലും പേജിൽ പോയിരുന്ന് മാറിയെന്ന് കരാ. കേട്ടോ? അല്ലാതെ സ്വന്തം പ്രൊഫൈലൊന്നും ഇടാതെ ഫേക്ക് പ്രൊഫൈലിൽ വന്നിട്ട് ഏതവന്റെയോ ഒരു ഇംഗ്ലീഷുകാരന്റെ ഫോട്ടോയും ഇട്ടുകൊണ്ട് വന്നിട്ട് കരയാൻ വേണ്ടി ജനിച്ച ജന്മങ്ങൾക്കുള്ളതല്ല എന്റെ പേജ്. ആണത്വമുള്ളവർക്കുള്ളതാ എന്റെ പേജ്. അഷറഫ് കേക്ക് ഏതാ ആ കാക്ക? ദേ അരുൺ മേരി വർഗീസ് പറഞ്ഞിട്ടുണ്ട് ആ കാക്ക നീ തന്നെ. ഇതിൽ കൂടുതലൊരു മറുപടി വേണ്ട. ശ്രീന ബിബിൻ നാളെ എങ്ങാനും ഇങ്ങോട്ട് കിട്ടുമോ? ഇങ്ങോട്ട് വിടാനിരുന്നതിന്റെ അവന്മാരുടെ കൊതമ്പൊട്ടി അവന്മാര് ചാകും മിക്കവാറും. ഇങ്ങോട്ട് വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. മനസ്സിലായോ? അപ്പൊ എന്തായാലും ഇനി പേജർ കയ്യിലെടുത്താലും ശരി, വയർലെസ് കയ്യിലെടുത്താലും ശരി, ഇനി ഏത് കയ്യിലെടുത്താലും ശരി, എന്ത് ചെയ്യണം? ഒരു വട്ടം ഒന്ന് ആലോചിക്കണം. ഇസ്രായേലിന് വിരോധമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വായി തുറക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പണ്ട് കാലങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കേരളത്തിൽ തന്നെ ഭയങ്കര ഒരു വിപ്ലവമായിരുന്നു. ഇസ്രായേലിന് വിരോധമായി പോസ്റ്റുകള്, ഹാഷ്ടാഗുകള്, ഷേവ് ഗാഷ, ഷേവ് പലസ്തീന് എന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിൽ ചെറുതായിട്ടൊന്നും നടക്കണ്ട, ഒട്ടന്നെ ഫേസ്ബുക്ക് മുഴുവനും കാണാം. ഷേവ് ഗാഷ, ഷേവ് പലസ്തീന് എന്ന് പറഞ്ഞ് ഷേവ് എന്ന് പറഞ്ഞുള്ള പോസ്റ്ററുകളായിരുന്നു. എന്ന് തൊട്ട് ഞാൻ ഇസ്രായേലിൽ നിന്ന് സംസാരിച്ചു തുടങ്ങിയോ അതോടുകൂടി ഇന്ത്യൻ ജനത, പ്രത്യേകിച്ചും കേരളക്കാര് സത്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. പണ്ട് കേരളത്തിലുള്ളതാണ് മന്നബുദ്ധികൾ. ഈ ഷേവ് ഗാഷയും ഷേവ് പലസ്തീനും ഇട്ട് കളിക്കുന്ന കുറെ മന്നബുദ്ധികൾ ഉണ്ടായിരുന്നത് കേരളത്തിലായിരുന്നു. അപ്പോൾ ഈ മന്നബുദ്ധികളെ കൂട്ടുപിടിച്ചിട്ടാണ് ഇന്ത്യയിൽ അവിടെയിടങ്ങളിലായിട്ടെല്ലാം ഈ ഷേവ് ഗാഷയും പലസ്തീനും വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ മനസ്സിലായി, കൂടുതൽ ഷേവാൻ പോയി കഴിഞ്ഞാൽ ഇസ്രായേല് മൊത്തത്തിൽ ഷേവ് ചെയ്ത് കൊടുക്കും എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഷേവ് പലസ്തീനും ഷേവ് ഗാഷിയും ഒന്നും തന്നെ ഇപ്പൊ ഇല്ല. മനസ്സിലായോ? ഇതൊന്നും തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇസ്രായേൽ നല്ലതുപോലെ ഷേവ് ചെയ്ത് വിടുന്നുള്ളത് കൊണ്ട്. ഐ റിമെമ്പർ ഓൾ ഐസ് ഓൺ റാഫ. അതെ, ഓൾ ഐസ് ഓൺ റാഫ. ഇതൊക്കെ പണ്ടായിരുന്നു മോളെ, ഇത് കുറച്ച് കൂടുതൽ. ഇപ്പൊ ഓൾ ഐസ് ഓൺ റാഫ എന്ന് പറഞ്ഞപ്പം ഒരുത്തം മാത്രമേ മോങ്ങാനുണ്ടായിരുന്നുള്ളൂ. ആര്? ഈ ദുൽഖർ സൽമാന്.
അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പറഞ്ഞ് കരയാനായിട്ട്. അല്ലാതെ എല്ലാവരും അതിന്റെ വലയെ പിടിച്ച് പോയില്ല. കാരണം കൂടുതൽ കരയാൻ പോയി കഴിഞ്ഞാൽ മാന്തി ചൊറിഞ്ഞു കൊടുക്കും എന്നുള്ളത് മനസ്സിലായത് കൊണ്ടാണ് വലുതായിട്ടൊന്നും ആരും കരയാൻ നിൽക്കാത്തത്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ട് കൂട്ടക്കരച്ചിലൂടെ കരച്ചില്ല. അതിനൊപ്പം നിൽക്കും ഹിന്ദുവും ക്രിസ്ത്യാനിയും കരയാനായിട്ട്. കാരണം ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും യഹൂദനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു, ഇസ്രായേലിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു, ഇവിടെ എന്താ നടക്കുന്നതെന്നുള്ളത് മനസ്സിലാകത്തില്ലായിരുന്നു. കഴിഞ്ഞ 2021 തോന്നുന്നു 10 ദിവസത്തെ ഒരു വാറുണ്ടായിരുന്നു യെരുശലേമിൽ. ഇവന്മാര് ഞാൻ യോം യെരുശലേം എന്ന് പറയുന്ന ഒരു ദിവസത്തില് ഞാൻ വീഡിയോ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന്മാരുടെ റോക്കറ്റ് യെരുശലേമിനെ നോക്കി വന്നപ്പോഴത്തേക്കും ഇസ്രായേൽ എന്ത് ചെയ്തു, തിരിച്ചങ്ങോട്ട് പണി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇസ്രായേൽ അങ്ങോട്ട് തിരിച്ച് പണി കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്ത് ചെയ്തു, എന്നെ ഇസ്രായേൽ തിരിച്ച് പണി കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ ഇവന്മാരിരുന്ന് എന്ത് ചെയ്തു, ഇന്ത്യക്കകത്ത് കേരളത്തിനകത്ത് ഹർത്താൾ വരെ പ്രഖ്യാപിച്ചു. കടകളെല്ലാം അടച്ചിട്ടു. ഹമാസ് എന്തുവാ ഇസ്രായേല് പലസ്തീനുകാരെ കൊന്നെടുക്കുന്നു, പാവം കുഞ്ഞുങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നെടുക്കുന്നു, അതുകൊണ്ട് നമ്മൾ ആ കടകളടിച്ചു ഹർത്താൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഹർത്താളം ചെയ്ത് ഇരിക്കുന്ന സമയത്താണ് നമ്മളൊരു ലൈവുമായിട്ട് രംഗത്ത് വന്നത്. രംഗത്ത് വന്ന് ലൈവ് കാണിച്ചു കൊടുത്തപ്പോഴാണ് കേരളത്തിലെ ക്രിസ്ത്യാനിയും ഹിന്ദുവും മൂഞ്ചിപ്പോയത് മനസ്സിലായോ? ഞാൻ എന്നൊരു ലൈവുമായിട്ട് വന്നപ്പോഴാണ് കേരളത്തിലെ ക്രിസ്ത്യാനിയും ഹിന്ദുവും മൂഞ്ചിപ്പോയി. ഇവന്മാരുടെ വാക്കും കേട്ടിട്ട് ഹർത്താളും പ്രഖ്യാപിച്ചിട്ട് അയ്യോ പാവം പലസ്തീൻ കുഞ്ഞുങ്ങള് എന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്കുമാണ് ഞാൻ ലൈവിൽ വന്നിട്ട് ഇവിടത്തെ പലസ്തീൻ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുന്നേന്നുള്ള ലൈവിൽ കാണിച്ചു കൊടുത്തു. നോക്കുമ്പോഴെന്താ അവിടെ യുദ്ധം നടക്കുന്നു, അവിടെ എന്താ പറയുന്നത് എന്തും നടക്കുന്നു, പക്ഷെ ഇവിടെ നമുക്ക് തീറ്റയ്ക്കൊരു കുറവുമില്ല. എല്ലാ കടകളും തുറന്നു പ്രവർത്തിക്കുന്നു, എല്ലാവരും കടകളിൽ പോയി സാധനം മേടിക്കുന്നു, എല്ലാവരും തിന്നുന്നു, പാട്ടുകളിട്ട് ഡാൻസ് കളിക്കുന്നു, സകല കടകളും തുറന്നിരിക്കുകയാ. വിവരം കെട്ട ക്രിസ്ത്യാനിയും വിവരം കെട്ട ഹിന്ദുവും ഈ ഹമാസ് പ്രേമോളികള്, നാട്ടിലെ കുറെ ഹമാസ് പ്രേമികളില്ലേ, ഈ ഹമാസ് പ്രേമികളും ഹിസ്ബുള്ള പ്രേമികളുമായ തീവ്രവാദി പ്രേമികൾ പറയുന്നത് കേട്ടിട്ട് ഇസ്രായേലിന് വിരോധമായിട്ട് സങ്കടം പറഞ്ഞ് ഹാഷ്ടാഗിന്റെ കൂടെ കരഞ്ഞും മെഴുകിയും കമന്റ് ബോക്സിലും അല്ലാതെയൊക്കെ ഇരുന്നത് മണ്ടത്തരമാണെന്നുള്ളത് മൂഞ്ചിപ്പോയപ്പം മനസ്സിലായി. അങ്ങനെയാണ് പിന്നീട് ഷേവ് ഗാഷയുടെ ബലം അങ്ങ് കുറഞ്ഞത്. അന്നത്തെ ഒരു ലൈവോടുകൂടി ഷേവ് ഗാഷയും പോയി, ഷേവ് പലശീനും പോയി. അതെ, യുദ്ധകാലത്തും ഇസ്രായേൽ നോർമൽ ലൈഫ് തുടർന്നിരുന്നു. ഇപ്പോഴും യുദ്ധകാലത്ത് ഇസ്രായേൽ നോർമൽ ലൈഫിൽ തന്നെയാണ്. ജോഗിനി യോഗനൻ ഈ പെണ്ണം പോയില്ലേ? ഞാൻ വിചാരിച്ചു ഇന്നലത്തെ എന്തുവാ ഈ യോനി യോഹന്നാൻ ഇന്നലെ പോയെന്നാ വിചാരിച്ചേ. ഈ പെണ്ണം പോയില്ലേ? മിക്കവാറും ഇവരെ ഞാൻ ബ്ലോക്ക് ചെയ്യേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഇന്നലെ അടി കൊണ്ടവന്മാർ ഇന്ന് വന്ന് കരയാനിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയും. അടി കൊണ്ടവന്മാരോട് പറയുന്നത് ഇന്നലെ കൊണ്ട അടി പോരാനിട്ട് ഇന്നും താ അടി എന്ന് പറഞ്ഞിട്ട് എന്നോട് വന്ന എനിക്ക് നിനക്കൊന്നും മാത്രം അടി തന്നോണ്ടിരിക്കാനുള്ള സമയം എനിക്കില്ല. ഒറ്റ അടിക്ക് കൊന്ന് തീർത്ത് കളയും ഞാൻ. അതുകൊണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയും. ഞാൻ എന്റെ ലൈവ് ഇനിയും കേൾക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇന്നലെ അടി കൊണ്ടവന്മാര് ഇന്ന് ലൈവിൽ വന്ന് കമന്റ് ഇടരുത്. കമന്റ് ഇട്ടാൽ ഞാൻ ബ്ലോക്ക് ചെയ്യും. ഒറ്റ വാണിംഗ് ആണ്. പിന്നെ ജന്മത്തെ പേജിൽ കയറി വന്ന് കമന്റും ഇടാൻ പറ്റില്ല, പേജിൽ നോക്കാനും പറ്റത്തില്ല. പോയി കുത്തി ഇരുന്ന് മാറി ഇരുന്ന് കരയേണ്ടി വരും എല്ലായിടത്തും പോയിരുന്നിട്ട്. മനസ്സിലായോ? ശരി, യോഗിനി വീട്ടിൽ പോയിരുന്നു കര. ബൈ. യോഗിനിയെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഇന്നലെ അടി കൊണ്ട് നല്ലതുപോലെ മാറിയിരുന്ന് കരഞ്ഞവന്മാരെല്ലാം ഇന്നും പേജിൽ കയറി വന്നിരുന്ന് എന്റെ സമയം മെനക്കെടുത്തരുത്. പുതിയ അവസരങ്ങൾ പുതിയ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാ. അടി കൊണ്ടവന്മാർക്ക് വീണ്ടും വീണ്ടും അടിതായ മുതു നോക്കിയെന്ന് വെച്ചാൽ എനിക്ക് അവർക്ക് മാത്രം സമയം കളയാനുള്ളതല്ലല്ലോ അടി കൊടുത്ത്.
കിട്ടേണ്ടത് ഇന്നലെ തന്നെ ആവശ്യത്തിലേറെ കിട്ടിയിട്ടുണ്ട്, ഇന്നലെയും ഇനി ഞാൻ നോക്കിയായിട്ട്. അതുകൊണ്ട് അടി കൊണ്ടവന്മാരെല്ലാം, ഇന്നലെ അടി കൊണ്ടിട്ടുള്ളവര് ഇന്നലത്തോടെ പോകുക, പിന്നെ വന്നിരുന്ന് ലൈവിൽ മിണ്ടാതിരുന്ന് ലൈവ് കാണുക. മനസ്സിലായോ? ഇല്ല ഇന്നും അടി മേടിക്കാൻ എനിക്ക് അടി കൊള്ളണം എന്ന് വാശി പിടിച്ചിട്ടാ വരുന്നെങ്കിൽ ഞാൻ എടുത്തങ്ങ് തോട്ടിലെറിയും. ഒറ്റയടി ഗതം ഗതം ബൈ ബൈ എന്ന് നമ്മുടെ പപ്പുമോൻ പറയുന്ന കണക്ക് ഗതം ഗതം ബൈ ബൈ. മനസ്സിലായോ? അതുകൊണ്ട് ഗതം ഗതം ബൈ ബൈ പറയിപ്പിക്കരുത് എന്നെ കൊണ്ട്. നിങ്ങൾക്ക് വീണ്ടും എൻ്റെ ലൈവ് കാണണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ മൗനമായി മാറിയിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന് കാണുക. ഇന്നലെ അടി കൊണ്ടവരൊക്കെ മനസ്സിലായോ? കാര്യത്തിന് വാരി ഞാൻ അടി തന്നിട്ടുണ്ട്, കൊള്ളേണ്ട രീതിയിലൊക്കെ കൃത്യമായിട്ട് കൊണ്ടിട്ടുണ്ട് അടി. ഇനിയും ഞാൻ വന്നിരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടും. പ്രിയ സഹോദരങ്ങളെ, വെറുതെ എന്തിനാണ്? നിങ്ങൾക്ക് ആകെ ഉള്ള ആശ്വാസം റീനയുടെ ലൈവ് വല്ലപ്പോൾ കൂടിയൊക്കെ വന്നിരുന്ന് കണ്ട് കരയുന്നതല്ലേ. അപ്പൊ അതിനുള്ള അവസരങ്ങൾ കൂടി കളഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നലെ എന്താ പറയാ, ഞാൻ ലൈവ് രാത്രിയിൽ വരണം എന്ന് വിചാരിച്ചതാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോവിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും മണി 10:30 വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും. പിന്നെ വീട്ടിൽ വന്ന് മണി 10:30 ലൈവിൽ ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു 10:30 ആകുമ്പോൾ 11:30 12 11:30 12:30 1:30 മണിയാകും. മനസ്സിലായോ? ആ സമയത്തൊക്കെ നിങ്ങൾ ഉറങ്ങിക്കാണും. പിന്നെ നിങ്ങളെ ഒന്നും എന്ത് ചെയ്യണ്ട. എന്നാലും കീശയിലിട്ട സാധനം എങ്ങനെ പൊട്ടിത്തെറിച്ചു? അതാണ് ഇസ്രായേലിന്റെ ടെക്നോളജി. ഇങ്ങനെയാണെങ്കിൽ സുഡാപ്പി കുഞ്ഞുങ്ങൾ എങ്ങനെ പോക്കറ്റിൽ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, ഇനി ഫോൺ എടുക്കുമ്പോൾ പേടിക്കണം. പണ്ട് എന്തുവാ ഫേസ്ബുക്കിലൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ചങ്കൂറ്റമായിരുന്നു. ഫേസ്ബുക്ക് കമന്റ് ബോക്സ് ഒക്കെ കാണുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര ചങ്കൂറ്റമായിരുന്നു. ഞാൻ എന്തോ ആണ്, ഞാൻ എന്ന ഭാവം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചങ്കൂറ്റമായിരുന്നു. പക്ഷെ ഇന്ന് ഫേസ്ബുക്ക് പേജൊക്കെ കാണുമ്പോഴത്തേക്കും, പ്രത്യേകിച്ചും ഇസ്രായേൽ ജെറുസലേമിൽ നിന്നും എൻ്റെ പേജൊക്കെ കാണുമ്പോഴും കുറച്ച് ചെറിയ വിറയിലും ഒക്കെ ഉണ്ട്. നമ്മുടെ പഴയ ചങ്കൂറ്റൊന്നും കാണിക്കാൻ പറ്റില്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെയാ ഇനി അതെ രതീഷ് ചന്ദ്രൻ, തീർച്ചയായിട്ടും രതീഷ് ചന്ദ്രന്റെ കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്കൂളിൽ പോയി പഠിച്ച കൽപ്പന അനുസരിക്കുന്ന ദൈവത്തിന്റെ മക്കളായ ജൂതന്റെ അടുത്ത് തൂറാൻ എന്ന മുത്തുച്ചിപ്പി വായിച്ച വെലത്തിൽ ചൊറിയാൻ പോയപ്പോൾ അവന്മാർ കൊതം കയറി വിട്ടു. വിനോദ് തവരൂൾ പുതിയ ഇസ്രായേലിൽ 15,000-ഓളം ജോലി ഒഴിവ് പറയുന്നത് കേട്ടു. എന്താണ് വഴി? അത് ഇന്ത്യയുടെ ഏതോ എന്താ പറയുന്ന ഗവൺമെന്റ് തലത്തിലെങ്ങാണ്ട് എടുക്കുന്നതാണെന്ന് തോന്നുന്നു എനിക്ക്. കേരളത്തിലുള്ളവർക്ക് ഓഫർ ഇല്ല. കേരളത്തിൽ മുഴുവൻ ഹമാസ് പ്രേമികളല്ലേ. എപ്പോഴാ ബോംബുമായിട്ട് വന്ന് പൊട്ടിത്തെറിച്ച് ചാകാൻ വേണ്ടി ആണും പെണ്ണും തുനിഞ്ഞിറങ്ങി നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കേരളത്തിലുള്ളവരെയൊക്കെ ഒഴിവാക്കിയിട്ട് നോർത്ത് ഇന്ത്യൻസിനെയൊക്കെ എന്ത് ചെയ്യുന്നു, ഇസ്രായേൽ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഹമാസ് പ്രേമികൾ കാരണം കേരളത്തിനുള്ള എന്തുവാ ചാൻസും പോയി കിട്ടി. തോതാ എന്തായാലും ഹിസ്ബുള്ള തീവ്രവാദികള് ഈ കിട്ടിയ നാണക്കേടിന് തിരിച്ചെന്തെങ്കിലും പണിയാൻ പ്ലാൻ ചെയ്യാണ്ടിരിക്കത്തില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, പ്ലാൻ ചെയ്താലും ഇതെല്ലാം ആകാശമണ്ഡലങ്ങളിൽ വന്ന് പൊട്ടിത്തെറിക്കും. ഇന്ന് പാവം എന്തുവാ ലൈവില് വരാനായിട്ട് നമ്മുടെ കാക്കാമാരില്ലാണ്ടോ, സുഡാപ്പികള്. കാരണം ഓൾറെഡി ഏഷ്യാൻ ന്യൂസിനകത്തും എല്ലാ ന്യൂസിനകത്ത് നമ്മുടെ എന്തുവാ അടുപ്പ് കൂട്ടി ചാനലില്ലേ മീഡിയ വണ്, അതിനകത്തുകൂടിയൊക്കെ കേട്ട് കരഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ ഇനി റീനയുടെ ലൈവിനകത്തും കൂടി വന്നിരുന്ന് കരയണ്ടല്ലോ എന്ന് വിചാരിച്ചു. സാധാരണ ഇവന്മാർ അങ്ങനെയല്ല, ലൈവ് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ 100-400 എണ്ണങ്ങൾ ഒറ്റയടിക്ക് കയറി വരുന്ന എന്താ ഏതാന്നറിയാൻ വേണ്ടിട്ട്. മനോജ് ചേച്ചി, നിലവിലെ യുദ്ധത്തിന്റെ യഥാർത്ഥ സ്റ്റാറ്റസ് എന്താണ് സത്യാവസ്ഥ? എന്താമത്തെ യുദ്ധത്തിന്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇപ്പം ഏകദേശം
ആശിഷ് പി ശശി, അതെ, മീഡിയ വൺ അല്ല, മാമൻ വണ്ണ്, അത് തന്നെ അത് തന്നെ. അതായത് നിലവിലെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഹിസ്ബുള്ള തീവ്രവാദികൾ പൊട്ടിത്തെറിച്ച് കൂറിയെടുത്തേക്ക് പോയിട്ടുണ്ട്. അതൊന്നാമത്തത്. രണ്ടാമത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൂട്ടർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോഴാണല്ലോ യുദ്ധം. നന്ദു മലർവാടി ന്യൂസ് കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്ന ചേച്ചിയാണ്. എന്തായാലും ഇസ്രായേലിലായതുകൊണ്ട് യുദ്ധമുഖത്താണെങ്കിലും ശരി, ഏത് സാഹചര്യത്തിലാണെങ്കിലും ശരി, സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റും. കാരണം ഇസ്രായേലിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇസ്രായേല് മിത്സുവോത്ത് ചെയ്യുന്നവരാണ് യഹൂദന്മാര്. ഈ മിത്സുവോത്ത് എന്ന് പറയുന്നത് തന്നെ യഹൂദന്മാര് ചെയ്യുന്ന പുണ്യപ്രവൃത്തികളാണ് മിത്സുവോത്ത് എന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട നല്ല കാര്യങ്ങളെയാണ് മിത്സുവോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ യഹൂദന്മാർ മിത്സുവോത്ത് ചെയ്യുന്ന സമയത്ത് യഹൂദന്മാരുടെ മിത്സുവോത്തിനകത്ത് ഏറ്റവും വലിയൊരു മിത്സുവോത്ത് എന്ന് പറയുന്നത് מצווה גדולה להיות בשמחה, להיות בשמחה תמיד. מצווה גדולה להיות בשמחה. മിത്സ്വ കദോള എന്ന് പറയുന്നത് ഏറ്റവും വലിയ മിത്സ്വ എന്ന് പറയുന്നത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ അത് ക്രിസ്ത്യാനികൾക്ക് ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ക്രിസ്ത്യാനികൾ അത് ചെയ്യാറില്ല. പുതിയ നിയമം എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടക്കാറുണ്ട് ക്രിസ്ത്യാനികൾ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സന്തോഷിപ്പിൻ 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 എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. കാരണം യഹൂദന്മാർ അത് ചെയ്യുന്നത് കൊണ്ടാണ് ജാതികളോടും അത് ചെയ്യാൻ പൗലോസ് പ്രോത്സാഹിപ്പിക്കുന്നത്. മനസ്സിലായോ? ഫിലിപ്പിയരോട് പറയുകയാണ് പൗലോസ്. കാരണം പൗലോസിനറിയാം തങ്ങളുടെ ആൾക്കാരുടെ സ്വഭാവം. യഹൂദന്മാർക്ക് ഈ മിത്സ്വ കദോളയാണ് ഏറ്റവും അധികം സന്തോഷമാണ് അവരുടെ ജീവിതത്തിൽ അവരുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് യുദ്ധസമയത്താണെങ്കിലും ശരി, ഏത് സാഹചര്യത്തിലാണെങ്കിലും ശരി, അവർ കണ്ണുനീരൊഴുക്കി ബഹളം വെച്ച് മനസ്സിനെ ബലത്തെ ചോർത്തിക്കളയാറില്ല. പിന്നെയോ ഏത് സാഹചര്യത്തെയും, പ്രതികൂല സാഹചര്യത്തിലും അനുകൂല സാഹചര്യത്തിലും ഇസ്രായേൽ മക്കൾ സന്തോഷത്തോടും ആർപ്പോടും കൂടി മുന്നോട്ട് പോകുന്നവരാണ്. അതാണ് അവരുടെ ജീവിതത്തിലൊരു പ്രത്യേകത. നിങ്ങൾ ഈ ഹമാസ് തീവ്രവാദികൾ വന്ന് കാണിച്ചുകൊണ്ട് പോയ തെമ്മാടിത്തരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇസ്രായേൽ മക്കള് ഇതിലേക്ക്, അതായത് ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇസ്രായേൽ മക്കള് നമ്മുടെ ഇതിനകത്തോട്ട് കയറിപ്പോകുന്ന ഒരു ഇതുണ്ട്. അതായത് ആദ്യമായിട്ട് ഇസ്രായേൽ മക്കള് ഈ ഹമാസ് തീവ്രവാദികളുടെ കോട്ടയ്ക്കകത്ത് ഗാസയ്ക്കകത്തോട്ട് കയറിപ്പോകുന്ന ഒരു സീനുണ്ട്. ആ സമയത്ത് അവർ കയറിപ്പോകുമ്പം അവര് തോറയും വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കയറിപ്പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ജനം അന്നും ഇന്നും, ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത് അന്നും ഇന്നും ദൈവവചനം ഫോളോ ചെയ്യുന്നവർ, കർത്താവിന്റെ നാമം കയ്യിലെടുത്തവർ, അവർക്ക് ഒരു യുദ്ധമാകട്ടെ എന്തുമാകട്ടെ അവർക്കത് അവരുടെ ശത്രുവിനോടുള്ള പോരാട്ടം മാത്രമായിട്ടല്ല അവർ കാണുന്നത്. പിന്നെയോ അവരുടെ ദൈവം ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ശത്രുക്കളെ പണ്ട് ദാവീദിന്റെ കൈവഴിക്കും, പിന്നെ ഗിദെയോന്റെ കൈവഴിയിലൂടെയും മോശയുടെ കൈവഴിയിലൂടെയും യോശുവയുടെ കൈവഴിയിലൂടെയൊക്കെ ശത്രുക്കളുടെ മേൽ ജയം നേടിക്കൊടുത്ത ദൈവം ഇന്നും അവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ നൃത്തത്തോടും പാട്ടോടും ഒക്കെയായിട്ട് ഇവരെന്ത് ചെയ്യുന്നത്, പുറപ്പെട്ടു പോകുന്നത്. מצווה גדולה להיות בשמחה, להיות בשמחה תמיד. അതൊരു ഭയങ്കര കാര്യം തന്നെയാണ് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചോളം. എന്നും ഇസ്രായേൽ മക്കൾ അങ്ങനെ തന്നെയാണ്. പണ്ട് തൊട്ടേ ഇസ്രായേൽ മക്കളുടെ രീതിയാണ് അവര് എവിടെ പോയാലും പ്രാർത്ഥനയോടും നൃത്തത്തോടും അവരെന്തിനെ സമീപിക്കുക എന്ന് പറയുന്നത്. ואתה
ביום למלחמה על אויביהם. חזקנו ואמצנו, ליווה את ליבנו לחם את לוחמינו, החזק מגן וצינה וקומה עזרת לנו, ופקדנו למען חסדיך. אלוהי, שיתן בו כגלגל, כקש לפני רוח, כאש תבער יער וכלהבה תראה את הרים. כן תרדפם בשערך ובסופתך תבהלם, מלא פניהם קלון ויבקשו את שמך אדוני. יבושו ויבהלו עד היעד ויחפרו ויורדו אחריי. אנא אדוני הושיע נא, אנא אדוני הושיע נא, אנא אדוני יצליח נא, אנא אדוני יצליח נא. הבה לנו עזרת מצר ושב תשועת אדם, ואלוהים נעשה חיל והוא יבוש צרינו. עם הנצח ינצח, וכן יהי רצון ונאמר אמן. കണ്ടോ കാക്കണം ഊതി അവർ ഇത് കണ്ടോ കാഹളമൊക്കെ ഊതി പാട്ടൊക്കെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നത് കണ്ടോ. ഇതാണ് ഇസ്രായേൽ മക്കളുടെ ഒരു പ്രത്യേകത. കാരണം അവർക്കറിയാം അവർ പുറപ്പെട്ടു പോകുന്നത് കേവലം ഒരു ശത്രുവിന്റെ കൂടെയോ ഒന്നുമല്ല, സാത്താനിക ശക്തികളോട് പോരാട്ടം കഴിക്കാനാ പോകുന്നത്. അതിനവർക്ക് ആയുധബലം കൊണ്ട് മാത്രം പറ്റില്ല എന്നുള്ളത് അവർക്കറിയാം. ആയുധബലം അതൊരു ഭൂമിയിൽ മനുഷ്യനായിരിക്കുമ്പോൾ ഒരു എതിർശക്തിയെ നേരിടുന്നതിന് ഒരു ആയുധബലം ആവശ്യമാണ്. കാരണം വാളും കൊണ്ട് വരുന്നവന്റെ മുമ്പിൽ പ്രാർത്ഥനയോടുകൂടി ശ്രോത്രം എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ? ശ്രോത്രമൊക്കെ വേണം. പക്ഷേ കയ്യില് ആയുധവും കൂടി എന്ത് ചെയ്യണം? ഉണ്ടായിരിക്കണം. ആ ആയുധവും കൂടി വെച്ചോണ്ട് നമ്മള് ദൈവത്തിന് നന്ദിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഗുണമുണ്ട്. അത് ബുദ്ധിയുള്ളവർക്കൊക്കെ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. മണ്ടന്മാർക്ക് 24 മണിക്കൂർ ശ്വാത്രമെന്നേ ഇരിക്കത്തുള്ളൂ. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും ശ്രോത്രം കൊണ്ട് മാത്രം നടക്കത്തില്ല എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാനിത് പറഞ്ഞത് ഇസ്രായേൽ മക്കൾക്ക് ബോധമുണ്ട് തങ്ങൾ യുദ്ധത്തിനായി പോകുമ്പോൾ എങ്ങനെ പോകണം, ഏത് തരത്തിൽ പോകണം എന്ന് പറഞ്ഞ്. അവരിന്നും പിടിച്ചു നിൽക്കുന്നതും അവരിന്നും നിലനിൽക്കുന്നതും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ വഴി നടത്തുന്ന ഒരു ദൈവം അവരുടെ ഒപ്പമുണ്ട്. അവർ യുദ്ധത്തിന് പോയാലും ശരി, ഏത് സാഹചര്യത്തിൽ പോയാലും ശരി, അവര് പോകുന്ന സമയത്ത് തന്റെ ദൈവത്തെ, ഇസ്രായേലിന്റെ ദൈവത്തെ കൂട്ടുപിടിച്ചിട്ടാ പോകുന്നത്. അതുകൊണ്ട് അവർക്ക് ഭയമില്ല. അതുകൊണ്ടാണ് അവർ യുദ്ധങ്ങൾ ജയിക്കുന്നത്. തള്ളാഹുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് യുദ്ധത്തിന് പോയാൽ കണ്ടം വഴി ഓടുക എന്നുള്ളത് മതി. എന്നിട്ടും ഇവറ്റങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്നിട്ടും അവസാന വിജയം തള്ളാഹുവിൻ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്നാലോചിച്ച് നോക്കിയേ. നവീൻ ജോസ്, ഒരു മിനിറ്റ്. പ്ലീസ് ഡോണ്ട് സ്പ്രെഡ് ഹേറ്റഡ് ബിറ്റ്വീൻ പീപ്പിൾസ്. ദെയർ ഈസ് നോ ഗോഡ് ടു ബിഗിൻ വിത്ത്. പോടാ ചെറ്റ് നവീൻ ജോസെ, നിനക്കൊക്കെ ഈ കമന്റ് എഴുതാനുള്ള ഊളത്തരം എവിടുന്നാ കിട്ടിയെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. നട്ടലില്ലാത്ത ശിഖണ്ഡിക്കുണ്ടായവനെ, ആണും പെണ്ണും കേട്ട ശിഖണ്ഡികൾ എന്തിനാടാ എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് എഴുതുന്നത്? നവീൻ ജോസെ, ഇല്ല അറിയാണ്ട് ചോദിക്കുക, ഗുണ്ടന്മാർക്കുള്ളതാണോ എന്റെ കമന്റ് ബോക്സ്? നീ ഗുണ്ടനാണെങ്കിൽ കമന്റ് ബോക്സിനകത്ത് വേണ്ടല്ല ഗുണ്ടൻ എന്ന് പറയേണ്ടത്. നീ പോയിട്ട് കോഴിക്കോട് പോയി കുനിഞ്ഞിന്ന് കൊടുക്കുകയാണ് വേണ്ടത്. ഗുണ്ടൻ പരിപാടിക്കൊക്കെ ഒരുപാട് സ്കോപ്പ് ഉണ്ട് കോഴിക്കോട്. നീ അങ്ങോട്ടൊന്ന് പോയി കുനിഞ്ഞിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ നിന്റെ കൊതം വഴിക്ക് ഒരു 1.5 കിലോ 2 കിലോ സ്വർണ്ണമൊക്കെ കയറ്റിവിടാൻ പറ്റും നവീൻ ജോസെ. അതുകൊണ്ട് സമയം കളയാതെ ഗുണ്ട ഇതിനകത്ത് വന്നിട്ട് നേരെ നീ ഒന്ന് കോഴിക്കോട് വരെയുള്ള പോകാനുള്ള വഴി നോക്ക്. ഗുണ്ടന്മാരിവിടെ വന്ന് കിടന്ന് കരയുന്നു. നവീൻ ജോസ്, നിന്റെ മോന്ത കണ്ടാലും അറിയാല്ലാടാ നീ ഒരു ഗുണ്ടനാണെന്ന്. കൂടെ ഇരിക്കുന്നവൾ ആര്? ഗുണ്ടത്തിയോ? ഒരു ഗുണ്ടനും ഗുണ്ടത്തിയോ ആണോ? കൂടെ നിൽക്കുന്നത് ഗുണ്ടത്തിയോ? നീ ഗുണ്ടനോ? ഒരു ഗുണ്ടനും ഉണ്ട്, ഒരു ഗുണ്ടത്തിയും ഉണ്ട്. രണ്ടുപേർക്കും കോഴിക്കോടും മലപ്പുറത്തും പോയി നിന്ന് കൊതം കൊടുക്കുന്ന പരിപാടി. നിങ്ങൾ രണ്ടുപേരും ആ പരിപാടി അങ്ങ് ചെയ്താൽ മതി. എന്തിനാ ഇവിടെ വന്നിരുന്ന് കരയുന്നേ? ഞാൻ അറിയാണ്ട് ചോദിക്കുക, നീ ഇവിടെ വന്നിരുന്ന കരയുന്നേ? വന്നിരുന്നിട്ട് നീ നിന്റെ കൊതം കൊണ്ട് സ്പ്രെഡ് ചെയ്തോ? മനസ്സിലായോ? നീ കൊണ്ടുപോയി നിന്റെ ഭാര്യയുടെ കൊതവും നിന്റെ കൊതവും കൂടി കൊണ്ടുപോയി കോഴിക്കോടും മലപ്പുറത്തും കൊണ്ടുപോയിട്ട്
സ്പ്രെഡ് ചെയ്തു. മനസ്സിലായോ? കൊതം കൊടുത്ത് ജീവിക്കുന്നവന്റെ കൂടെയൊക്കെ ദൈവം എങ്ങനെയാടാ കാണുന്നേ? ചെറ്റേ. നവീൻ ജോസ് കരഞ്ഞുയർന്നോ? ഹേറ്റഡെന്ന് കരഞ്ഞുയർന്നോ? എന്നാ മക്കൾ പോയിന്ന് കര. ചെല്ലേ നവീൻ ജോസേ, എടാ ഒന്ന് ആലോചിച്ചിട്ട് വന്ന് കമന്റ് ഒക്കെ ഇടണ്ടേടാ. വിവരം കെട്ടവനെ, എന്റെ പേജാണെന്നുള്ളത് ഓർക്കണ്ടേ? നീ എന്റെ പേജാണെന്നുള്ളത് ഓർത്തിട്ടല്ലേ കമന്റ് ഇടേണ്ടേ? ഞാൻ എയറിലൊക്കെ കയറ്റി വിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നീ അവിടെ കിടന്ന് 4 റൗണ്ട് പറന്ന് വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കും. ചുമ്മാ വന്നിട്ട് വലിയ ആള് കളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് എന്റെ കമന്റ് ബോക്സിന് എടുത്തോണ്ട് പോകരുത്. ഞാൻ കൂടി പറഞ്ഞേക്കുവാ. ഇംഗ്ലീഷുകാരൻ വന്നിരിക്കുന്നു, പിന്നെ കുറച്ച് ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കുണ്ടന്മാർക്കാ ഇംഗ്ലീഷ് കൂടുതൽ അറിയാവുന്നത്. കുണ്ടന്മാർക്ക് കുറെ ഇംഗ്ലീഷ്. ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് കുണ്ടൻ പണിക്ക് കോഴിക്കോട് പോയി കുനിഞ്ഞു നിന്നിട്ട് ഇവിടെ നിന്ന് കരയുക. ഓടടാ ഊളെ കണ്ടം വഴി. നവീൻ ജോസേ, നിനക്ക് കരയാനുള്ള സ്ഥലമല്ല ഇത്. കരച്ചിലിന്റെ വേറൊരു വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ വന്നിന്ന് കരഞ്ഞങ്ങ് മെഴുകുക. ഞാനൊരു വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുക പ്രിയ സഹോദരങ്ങൾ, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആയിരുന്നു. ഇവര് അകത്തോട്ട് കയറിപ്പോകുന്നൊരു സമയമുണ്ട്, ഗാസയുടെ അകത്തോട്ട് യുദ്ധത്തിനായിട്ട്. ഒരു മിനിറ്റ്. നസീം കാസർഗോഡ്. ഓ, നസീം കാസർഗോഡ്. ആ ഉമ്മാന്റെ പേര് പൂറിന്നാണോ? ഷോ, ഇതൊക്കെ പറയണ്ടേ? നസീം കാസർഗോഡിന്റെ ഉമ്മാന്റെ പേര് പൂറി എന്നാണെന്ന് ഒന്ന് വിളിക്കുവോ റീന? എന്റെ ഉമ്മേന്റെ പേര് ജെറുസലേമിൽ ഇരുന്നു കൊണ്ടെന്നാ ചോദിക്കുന്നത്. തൂറാൻ ഇവിടെയല്ലേ ഇരിക്കുന്നത്, കക്കൂസ് ഇവിടെ ഇരിക്കുമല്ലേ. അപ്പൊ ആ കക്കൂസിന്റെ ബലത്തില് അവിടെ നിന്ന് വിളിക്കുമ്പോ ഉമ്മാർക്കൊരാശ്വാസം. അതുകൊണ്ടല്ലേ. അതിനിപ്പോ എന്നാ? ഒരു കുഴപ്പമില്ല. നസീം കാസർഗോഡിന്റെ ഉമ്മയുടെ പേര് പൂറി എന്നാണ്. എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് അങ്ങനെയൊക്കെ ഒരു പേരിട്ടത്? നസീം കാസർഗോഡെ, അത് അത്രയ്ക്കും വേശിയാണോ? ലോകവേശിയാണോ നിന്റെ ഉമ്മ? പറവെടിയാണോ നിന്റെ ഉമ്മ? നിന്നെ പറവെടിയിൽ ഉണ്ടാക്കിയിട്ട് നിന്റെ വാണം വിട്ട് നടന്ന് നിന്നെ ഉണ്ടാക്കിയതിന്റെ വിഷമാണോ? അബ്ദുൾ റഹ്മാന് കൊടുത്ത പരിചയം ഉണ്ടെന്ന് തോന്നുന്നു. അതേടാ, നമ്മുടെ മുഹമ്മദ് കാമഭ്രാന്തനല്ലേ നിന്റെ മാനവരിൽ മഹാനായ കാമഭ്രാന്തൻ അബ്ദുൾ റഹ്മാനെ. അബ്ദുൾ റഹ്മാൻ ഒട്ടകത്തിൽ കുനിഞ്ഞു നിന്ന് കൊടുത്തായിരുന്നു നമ്മുടെ മുഹമ്മദ് കാമഭ്രാന്തൻ. അവന് ഒട്ടക ഭോഗം നടത്തിയില്ലെങ്കിൽ ഉറക്കം വരത്തില്ല നിന്റെ മുഹമ്മദ് കാമഭ്രാന്തന്. ആ കൊടുത്ത പരിചയമുണ്ട്, അത് കേട്ട് നല്ല പരിചയമുണ്ട്. അതുകൊണ്ടാ ഉസ്താദുമാരെല്ലാം ഇപ്പൊ കോഴിക്കോട് കുനിഞ്ഞു നിന്ന് കൊടുക്കുക. ആ പരിചയത്തിലാണ് ഇപ്പൊ പറഞ്ഞത്, മനസ്സിലായോ? പിന്നെ വേറൊരു പരിചയം എന്ന് പറഞ്ഞാൽ നിന്റെ ഉമ്മയും ഞാനും ഭയങ്കര സുഹൃത്തുക്കളാണ്. അപ്പൊ നിന്റെ ഉമ്മ മലപ്പുറത്ത് കുനിഞ്ഞു നിന്ന് കൊതം കൊടുത്ത് പരിചയമുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് അബ്ദുൾ റഹ്മാനെ. ആ ഒരു പരിചയം വെച്ചിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു. ഉമ്മയാ പറഞ്ഞു തന്നത് എനിക്ക്. അബ്ദുൾ റഹ്മാന്റെ ഉമ്മയാണ് പറഞ്ഞ കോഴിക്കോട് ഗുണ്ടന്മാർക്ക് കുനിഞ്ഞു നിന്ന് കൊതം കൊടുക്കുന്ന പരിപാടിയാ ഉമ്മയ്ക്ക്. പക്ഷെ ഭയങ്കര കഷ്ടവാ മോളെ. ഈ ഗുണ്ടന്മാർക്ക് കുനിഞ്ഞു നിന്ന് കൊടുത്ത് ഇവന്മാർ മലദ്വാർ ഗോൾഡ് വരെ കടത്താൻ തുടങ്ങി എന്നുള്ളത് അബ്ദുൾ റഹ്മാന്റെ ഉമ്മ പറഞ്ഞ എനിക്ക് പരിചയമുള്ള. എന്ത് ചെയ്യാനാവും അബ്ദുൾ റഹ്മാനെ? അബ്ദുൾ റഹ്മാനെ, ഉമ്മയുടെ പരിചയം ഉമ്മ പറഞ്ഞു കരഞ്ഞപ്പോൾ അത് നാട്ടുകാരെ ഒന്ന് ബോധിപ്പിച്ച് അവരെ ഒന്ന് എന്താ പറഞ്ഞത്, ഈ തെറ്റിലേക്ക് പോകല്ലേ. കാരണം ഉമ്മ കരഞ്ഞത് അങ്ങനെയാ. മക്കളെ, നിന്റെ ലൈവിലൂടെ വന്ന് അബ്ദുൾ റഹ്മാന്റെ ഉമ്മ വന്ന് എന്നോട് കരഞ്ഞ കാര്യമാ. മക്കളെ, നിന്റെ ലൈവിലൂടെ വന്നിട്ട് എനിക്ക് പറ്റിയ ഗതികേട്, ഇവന്മാർ ഗുണ്ടന്മാർക്ക് പോയിട്ട് കോഴിക്കോട് കുനിഞ്ഞു നിന്ന് എടുക്കാൻ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ഇവന്മാർ ആദ്യം കയറ്റി പിന്നീട് ഇവന്മാര് കൊതത്തിനകത്തുകൂടി എന്ത് ചെയ്യും,
1-2 കിലോമീറ്റർ അല്ല 1-2-3 കിലോ സ്വർണം വരെ ഇവന്മാരെ കുത്തിക്കയറ്റി വിടും. പിന്നെ അത് തൂറി പുറത്തേക്ക് എടുക്കാൻ ഭയങ്കര പാടാ മോളെ. പിന്നെ ഈ പ്രസവം നടത്തുന്നത് പോലെ നടത്തേണ്ട ഗതികേട് വരും. അതുകൊണ്ട് ലൈവിൽ വന്ന് ഒന്ന് എല്ലാവർക്കും ഒന്ന് അവബോധം കൊടുത്തേക്കണേന്ന് അബ്ദുൾ റഹ്മാനെ നിന്റെ ഉമ്മ വന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ ഉമ്മ പറഞ്ഞു കേട്ട് നല്ല പരിചയമുണ്ട്, അതുകൊണ്ടാ കേട്ടോ. കൊടുത്ത ഉമ്മയുടെ പരിചയം ഉമ്മ പറഞ്ഞപ്പം എനിക്ക് തോന്നി ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കാം നാട്ടുകാർക്കൊക്കെ. മനസ്സിലായോ? ഉമ്മമാരെ, പെങ്ങമാരെ, താത്തമാരെ, മക്കളുമാരെ, ഉമ്മമാരെയും പെങ്ങമാരെയും താത്തമാരെയും മക്കമാരെയും ഏറിൽ കയറ്റാൻ വേണ്ടി ജനിച്ച തുലുക്കന്മാരെ, ഒന്ന് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാമടാ. വീട്ടില് പെണ്ണുങ്ങളുണ്ടെന്നറിഞ്ഞാൽ കൊള്ളാമടാ. ഇല്ലെങ്കിൽ പബ്ലിക്കിനകത്ത് ചിലപ്പോൾ പ്ലാറ്റ്ഫോമിനകത്തെല്ലാം ഉമ്മമാർക്ക് കുനിഞ്ഞു നിൽക്കേണ്ട ഗതികേട് വരും ഈ പേജിൽ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കണടാ വാക്കുകൾ. എന്റെ പേജാണെന്ന് ഓർത്തിട്ട് ഉപയോഗിക്കണടാ വാക്കുകൾ. യെരുശലേമിൽ നിന്നാണടാ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തുലുക്കന്മാരെ. ഈ യെരുശലേമിൽ നിന്നും സംസാരിക്കുന്ന സംസാരം കേട്ട് കഴിഞ്ഞാലെങ്കിലും നീയൊക്കെ ഒന്ന് പേടിക്കേണ്ടടാ തുലുക്കന്മാരെ. ഇസ്രായേലിനെ മാന്തി നടന്നു. ഇസ്രായേൽ ഇപ്പോൾ JCB ഇട്ട് തോണ്ടിയെടുത്തു. ഇപ്പോൾ കരഞ്ഞിട്ട് വല്ല കാര്യവും ഉണ്ടോ തുലുക്കന്മാരെ? അതുകൊണ്ട് പേജ് ഓർത്തിട്ട് വന്നിട്ടിരുന്ന് കരയണടാ. കുറേയൊക്കെ കരഞ്ഞു നോക്കിയതിനല്ലടാ തുലുക്കന്മാരെ. കിട്ടിയതൊന്നും പോയിനടാ തുലുക്കന്മാരെ. അമ്മമാരെയും പെങ്ങന്മാരെയും ഉമ്മമാരെയും താത്തമാരെയും ഏറിൽ കയറ്റിയേ ഞാൻ അടങ്ങൂ എന്നുള്ളവന്മാര് ധൈര്യമായിട്ട് ഈ പേജിൽ വന്നോളിൻ. നിങ്ങളെ എല്ലാവരെയും പറത്തിവിടാൻ എനിക്കറിയാം മക്കളെ. പറഞ്ഞ മനസ്സിലായോടാ? നിന്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞാലേ നീയൊക്കെ മനസ്സിലാകത്തുള്ളൂ. കാരണം ഉസ്താദ്മാരുടെ താരാട്ട് പാട്ട് കേട്ടിക്കിടന്നോ ഉറങ്ങിയവന്മാർക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഇവന്മാർക്ക് താരാട്ട് പാടിക്കൊടുത്ത് മനസ്സിലാക്കി കൊടുത്താലേ മനസ്സിലാകത്തുള്ളൂ. മനസ്സിലായോ? അത് അത്രയ്ക്കും ഗതികേടായി പോയി ഇവന്മാർക്ക്. താരാട്ടുപാട്ടിലൂടെ മാത്രം മനസ്സിലാക്കി എടുക്കുന്ന കുറെ. ഞാൻ ഒരുത്തിനെ കാണിച്ചു തരാം. מצוות גדולה להיות בשמחה, להיות בשמחה תמיד. מצוות גדולה להיות בשמחה, להיות בשמחה תמיד. מצוות גדולה להיות בשמחה, מצווה גדולה להיות בשמחה, להיות בשמחה תמיד. ניי 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 ניי. നവീൻ ജോസേ, നീ കരഞ്ഞു തീർന്നില്ലേടാ? നവീൻ ജോസ്, ഒരു മിനിറ്റ്. ഇങ്ങനെ നട്ടപ്രാന്ത് പറയാൻ ഏത് പുസ്തകത്തിൽ എന്ത് ദൈവം ആണ് എഴുതിയത്? വചനം അയക്കണം. നവീൻ ജോസെ, ഗുണ്ടന്മാർക്ക് വായിക്കാനുള്ളതല്ലടാ ബൈബിള്, മനസ്സിലായോ? അതുകൊണ്ട് നീ പോയിരുന്ന് കുത്തിയിരുന്ന് ബൈബിൾ അങ്ങ് പോയി വായിക്ക്, മനസ്സിലായോ? നീ പോയിരുന്ന് വായിരുന്നു. നിന്റെ ഭാര്യയും വിളിച്ചുകൊണ്ട് പോയിട്ട് അവളല്ലെങ്കിൽ കൊതം കൊടുത്ത് അവളെ ജാകും. നവീൻ ജോസെ, വെറുതെ അവളെ കൊതം കൊടുക്കാൻ പറഞ്ഞു വിടാതെ നീ എന്ത് ചെയ്യും? നീ കൊതം കൊടുക്കാൻ പറഞ്ഞു വിടാതെ അവളെ പോയിരുന്ന് ബൈബിൾ എടുത്തു വെച്ച് കുറേ നേരം ഇരുന്ന് വായിപ്പീര്. എന്നോട് ഏത് വചനമെന്ന് നീ ചോദിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നിന്റെ കയ്യിൽ ബൈബിളില്ലേ? പോയിരുന്ന് അങ്ങ് നല്ല വൃത്തിയോണം വായിര്, മനസ്സിലായോ?
നിനക്ക് ഏതാ വായിക്കാൻ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അതുമായിരിക്കും. നിനക്ക് ഗുണ്ടന്മാർക്ക്, നവീൻ ജോസിനെ പോലുള്ള ഗുണ്ടന്മാർക്ക് പറ്റിയ പുസ്തകം മുത്തുച്ചിപ്പി പുസ്തകം തൂറാൻ വായിക്കുന്നതായിരിക്കും നല്ലത്. ബൈബിള് നീ വായിക്കണ്ട. നീ ബൈബിള് വായിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഗുണ്ടന്മാർക്ക്, ആണും പെണ്ണും കെട്ട ഗുണ്ടന്മാർക്ക് പറ്റിയത് ബൈബിളല്ലല്ലോ. തൂറാൻ പറ്റും. അബ്ദുൾ റഹ്മാന്, ഇസ്രായേലിൽ ഇത് തന്നെയല്ലേ പണി? അതെ, ഇസ്രായേലിൽ ഇത് തന്നെയാ പണി. നിന്നെപ്പോലുള്ള വാണങ്ങളെയെല്ലാം മൂട്ടിനകത്തോട്ട് മിസൈൽ കയറ്റി ആ എന്താ പറഞ്ഞ വാനമേഘങ്ങളിൽ അടിച്ചു പറത്തി വിടുന്നതാ എന്റെ പണി ഇസ്രായേലില്. അബ്ദുൾ റഹ്മാനെ ഇത്ര കൃത്യമായിട്ട് നീ എങ്ങനെ കണ്ടുപിടിച്ചടാ? നിന്റെ അമ്മയെപ്പോലെ ഉമ്മായെപ്പോലെ കൊതം കൊടുത്ത് ജീവിക്കുന്ന കുറെ വാണങ്ങളുണ്ടല്ലോ, ആ വാണങ്ങളുടെ കൊതത്തിനകത്തോട്ട് മിസൈൽ കയറ്റി അങ്ങ് അടിച്ച് ആകാശമണ്ഡലങ്ങളിൽ പറത്തി വിടുന്നതാ എന്റെ ജോലി ഇസ്രായേലില്. ഇപ്പൊ എന്ത് വേണം നിനക്ക്? ഇത് കൂടുതൽ മോങ്ങാതെ ഇറങ്ങി അങ്ങ് പോ. നിന്നോട് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരം കൊണ്ട് ഇവിടെ കിടന്ന് മോങ്ങാതെ ഓടു എന്ന് പറഞ്ഞ വഴിക്ക് നിന്റെ ഉമ്മാന് അത്രയ്ക്കും നിനക്ക് ചോറിയും കടിയും കൂടുതലാണെങ്കിൽ, നിന്റെ ഉമ്മായിന് അത്രയ്ക്കും നിനക്ക് വേശിയായിട്ട് അവൾ ജീവിക്കുന്നത് കൊണ്ടുള്ള ഗതികേട് കൊണ്ട് അതിന്റെ ഉമ്മായെ പറയാൻ ഇങ്ങോട്ട് വന്നതെങ്കിൽ നീ ഉമ്മായിനെ പറഞ്ഞ് കരഞ്ഞു മെഴുകാതെ ചെല്ല്. നിന്റെ ഉമ്മ ഒന്ന് കിടന്ന് ഉറങ്ങട്ട്. അല്ലെങ്കിൽ അവൾ ഈ ഉസ്താദുമാർക്ക് കൊതം കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ പണി ഉമ്മ ഒന്ന് തീർക്കട്ട്. നീ ഇവിടെ കിടന്ന് കരഞ്ഞ് ബഹളം വെക്കാതെ പോടാ ഇറങ്ങി ഊളെ. നവീൻ ജോസിന് വചനം കിട്ടണം പോലും. നീ എന്തിനാ വചനം വായിക്കുന്നത്? നീ പോയി തൂറാൻ എന്നുള്ള പുസ്തകം വായിരടാ. നവീൻ ജോസ്, യു ഡോണ്ട് ഈവൻ നോ ദ ലാംഗ്വേജ് മലയാളം. ആക്സെന്റ് ഓവർ ആയി വരുന്നുണ്ട്. ആദ്യം നീ മലയാളത്തിൽ എഴുതാൻ പടിയുടെ ഊളയ്ക്കുണ്ടായവനെ. അവൻ എഴുതുന്നത് മുഴുവൻ ഇംഗ്ലീഷിൽ കണകണമെന്ന് എഴുതി വെച്ചിട്ട് അവൻ യു ഡോണ്ട് ഈവൻ നോ ദ ലാംഗ്വേജ് മലയാളം. ഏത് ലാംഗ്വേജാടാ പറയേണ്ടത്? യു ഡോണ്ട് നോ ഈവൻ ദ ലാംഗ്വേജ്. ഏത് ലാംഗ്വേജാ? അത് നീ തന്നെ ലാംഗ്വേജ് പഠിപ്പീര്. ഗുണ്ടന്മാരുടെ ലാംഗ്വേജ് വല്ല ഉണ്ടെങ്കിൽ പഠിപ്പീര്. നവീൻ ജോസേ, ഓ ചേട്ടൻ ഗ്രാമർ പഠിപ്പിക്കാൻ വന്നത് അത് തന്നെ. ഇന്ന് നീ കുറെ ഗ്രാമർ, ഡിക്ഷണറി ഇല്ലാത്ത കുറെ പദങ്ങളെല്ലാം ഇന്ന് നീ പഠിക്കും. നിന്റെ ഭാര്യയെ നീ പഠിപ്പിക്കും. നവീൻ ജോസേ, നീ കൂടുതൽ നേരം എന്റെ പേജിൽ ഇരുന്നുകൊണ്ട് നീ കരയാനിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, നീ ഡിക്ഷണറിയിലില്ലാത്ത, നീ ഇന്ന് പഠിച്ച ഇത്രയും ദിവസം നീ പഠിച്ച ഗ്രാമർ അല്ലല്ലോ. നവീൻ ജോസി, നിങ്ങളാണോ ഇസ്രായേലിലെ മിനിസ്റ്റർ? അതെ, എന്ത് വേണോടാ ഗുണ്ടൻ ജോസേ? ഇവന് നവീൻ ജോസ് എന്ന് പേരിടരുത്, ഇവന് ഗുണ്ടൻ ജോസ് എന്ന് വേണം പറയാൻ. എന്ത് വേണം ഗുണ്ടൻ ജോസേ? ഗുണ്ടന്മാർക്ക് എന്തിനാടാ കമന്റ് ബോക്സിനകത്ത് കാര്യം? ഇത് ആ കൂടെ നിൽക്കുന്നവളില്ലേ, അവൾക്ക് ഒരു തീരുമാനം വരുത്തിച്ചല്ലേ. അവളിപ്പം കസ്റ്റംസിൽ പിടിച്ചിട്ടുണ്ടെന്ന് നിന്റെ ഗുണ്ടത്തി ഭാര്യയെ കസ്റ്റംസിൽ പിടിച്ചിരിക്കാവുന്നു. 2 കിലോ സ്വർണം അവളുടെ കൊതത്തിനകത്തോട്ട് കയറ്റി വിട്ടിട്ടുണ്ടെന്ന് കസ്റ്റംസുകാർ പറയുക. ഇപ്പൊ തൂറി അവൾ എടുക്കാൻ നോക്കിയിട്ടും അവക്ക് കൊതത്തിന്ന് സ്വർണം എടുക്കാൻ പറ്റുന്നില്ല. നീ ഒന്ന് പോയി സഹായിരി. എന്തിനാ ഈ പേജിനകത്ത് തൂങ്ങിക്കിടക്കുന്നത്? അവളെ കൊണ്ടുപോയി അവിടെ കൊതത്തിന്ന് സ്വർണം പുറത്തേക്ക് എടുക്കാനുള്ള വല്ല വഴിയുണ്ടെങ്കിൽ ഗുണ്ടൻ ജോസെ നോക്ക്, ചെല്ല്. ഒരു പ്രാവശ്യം അടി കൊണ്ടാ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പിറന്നവനാണെങ്കിൽ ഇറങ്ങി അങ്ങ് പോകും. അയ്യോ ഇനി അടി കൊള്ളാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ട്. ഈ ഗുണ്ടന്മാരാണ് 1, 2, 3 നേരം കറങ്ങി നിന്നിട്ട് അടിമേടിക്കാൻ നോക്കുന്നത്. നിങ്ങൾ ഇസ്രായേൽ മിനിസ്റ്റർ ആണോ എന്ന്? Why are you so angry? എടാ, നിന്നെപ്പോലുള്ള ഊളകളുടെ മറുപടി കൊടുക്കുമ്പോൾ ആംഗ്രി ചെയ്യരുത്. നീ എന്തിനാടാ ചൊറിഞ്ഞു വാങ്ങുന്നത്? ഞാൻ ആ നേരം കൊണ്ടേ പറഞ്ഞില്ലേ, ഒരു പ്രാവശ്യം ഞാൻ മറുപടി തന്നു. പോയിക്കോണം, ഇത് മിണ്ടരുത്. വെറുതെ രണ്ടാമത് വന്ന് ചൊറിഞ്ഞ് അടി മേടിക്കുന്ന എന്തിനാ നിങ്ങൾ വെറുതെ? നിങ്ങൾക്ക് വില കളയാതെ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേജിൽ വന്നിട്ട് നിങ്ങൾ കമന്റ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നരുത് നിങ്ങൾ ആരോ എന്തോ ആണ്, ഞാൻ എന്തോ ആണ്. കാരണം പേജ് കൺട്രോൾ ചെയ്യുന്ന ആള് ഞാനല്ലേ, ഇത് എന്റെ പേജല്ലേ, ഞാനല്ലേ ലൈവ് വരുന്നത്, അപ്പൊ ഞാനല്ലേ സംസാരിക്കേണ്ടേ? എന്റെ പേജിനകത്ത് വന്നിട്ട് നിങ്ങളാണോ കമന്റ് ഇട്ട് തള്ളി മറക്കേണ്ടേ?
അല്ല, അറിയാണ്ട് ഞാൻ ചോദിക്കുക, ഇത് എന്റെ പേജല്ലേ, ഈ പേജ് കൺട്രോൾ ചെയ്യുന്ന ഞാനല്ലേ? അപ്പൊ ഈ പേജ് ഞാൻ കൺട്രോൾ ചെയ്യുന്നിടത്തോളം കാലം എന്റെ പേജിൽ വന്ന് കയറി എന്നോട് സംസാരിക്കാൻ ഒരുവൻ ചിന്തിച്ചു കഴിഞ്ഞാൽ, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, അത് എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് ചൊറിയുന്നത് പോലെ ഇരിക്കും. പറഞ്ഞു മനസ്സിലായോ? അത് എന്റെ വീട്ടിൽ കയറി എന്നോട് ചൊറിയുന്നത് പോലെ ഇരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ പേജുകളിനകത്താണ്. നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് ഉണ്ടോ? എഴുതിക്കോ അതിനകത്ത് പോയിരുന്നിട്ട്. നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് അപവാദം പറഞ്ഞാലും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ നാട്ടുകാരെ കുറിച്ച് നുണ പറഞ്ഞാലും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ നാട്ടുകാരെ കുറിച്ച് എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമില്ല. മനസ്സിലായോ? നവീനൊരു പേജുണ്ടോ? നവീൻ ജോസിനൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലേ? അതിനകത്തിരുന്നിട്ട് റീന എന്ന് പറയുന്ന സ്ത്രീ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നു, അവൾ അങ്ങനത്തവളാണ്, അവൾ വെടിയാണ്, അവൾ വേശിയാണ്, അവൾ എന്താണ് എന്ന് പറഞ്ഞ് നിന്റെ പേജിനകത്ത് നീ പോയിരുന്ന് എഴുതിക്കോ. ഇറ്റ്സ് നോ മാറ്റർ. ഇതെനിക്ക് പ്രശ്നമേ അല്ല. കാരണം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സംസാരിക്കുന്ന സംസാരമല്ലേ. അതിനകത്ത് ഞാൻ കയറി വന്ന് എന്തിനോടോ നിന്റെ വീട്ടിൽ നിന്ന് എന്നെ കുറിച്ച് സംസാരിച്ചെന്ന് ഞാൻ ചോദിക്കുവോ? ഞാൻ ചോദിക്കത്തില്ല. അത് നിങ്ങളുടെ എന്തുവാ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമാണ്. അത് നിങ്ങളുടെ വീട്ടിൽ എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ? പക്ഷേ എന്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ലൈവ് ചെയ്യുമ്പോൾ എന്നോട് ചൊറിയാൻ വേണ്ടി എന്റെ കമന്റ് ബോക്സ് ഉപയോഗിക്കുന്നത് എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ഒരുവന്റെ തന്റെ ഇടമാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോടൊരുത്തൻ സംസാരിക്കാനും അവന്റെ അഭിപ്രായം പറയാനും നോക്കാൻ അവന്റെ ചെലവിലും അല്ലല്ലോ ഞാൻ ജീവിക്കുന്നേ. ആണോ? ഞാൻ അങ്ങനെയാണോ ജീവിക്കുന്നത്? എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് നീ സംസാരിക്കുന്നത് ശരിയില്ല അതൊക്കെ പറയേണ്ട കാര്യം? അവൻ ചെലവിലും തന്ന് എന്നെ പോറ്റുന്നവനാണെങ്കിൽ അവൻ പറയുന്നതിൽ അർത്ഥമുണ്ട്. അല്ലെങ്കിൽ എൻ്റെ അമ്മയാണോ, എൻ്റെ സഹോദരങ്ങളാണോ, എൻ്റെ മക്കളാണോ, ഇവരൊക്കെ രണ്ടുപേരും എന്നെ പറയുന്നതിനകത്തൊരു അർത്ഥമുണ്ട്. കാരണം അവരുടെ റിലേഷൻഷിപ്പിലുള്ള ബന്ധത്തിനകത്താണെങ്കിലും മിണ്ടാതിരുന്ന് കേൾക്കാം അതൊക്കെ. പക്ഷേ ഒരു പരിചയവുമില്ലാത്തവന്മാർ, എവിടെയോ കിടക്കുന്നവന്മാർ എന്റെ ഫേസ്ബുക്കിൽ പേജിനകത്ത് ഞാൻ വന്ന് ലൈവ് ചെയ്യുമ്പോൾ എന്റെ വീട്ടിൽ കയറി എന്നെ ചൊറിയുന്നതിന് സമമാണ്. അത് ഞാൻ അനുവദിച്ചു കൊടുക്കില്ല. ഒരുത്തൻ അങ്ങനെ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് സംസാരിക്കാൻ തന്റെ ഇടം തോന്നുന്നുണ്ടെങ്കിൽ അവന്റെ വിചാരം അവൻ എന്നെക്കാളും ഉയർന്നവനാണ്, എന്നോട് എന്തും പറയാൻ അവനുള്ള ലൈസൻസ് ഉണ്ടെന്നാണ് അവന്റെ വിചാരം. നവീൻ ജോസ് ആദ്യത്തെ അടി കൊണ്ടപ്പോഴേ അവന്റെ ഐ ആം എൻജോയിങ് ഇറ്റ് എന്ന്. അപ്പൊ പക്കാ ഗുണ്ടൻ തന്നെയാണ്. ആദ്യത്തെ അടി കൊണ്ടതേ കിളി പോയിട്ടുണ്ട് ആൾക്ക്. പ്രതീക്ഷിക്കാത്ത അടിയായിരുന്നു. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല കമന്റ് ബോക്സിൽ വന്നത്. പിന്നെയാണ് പാവം പിടിച്ചവൻ അടി കൊണ്ട് കിളി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വിചാരിച്ചു ഇപ്പൊ കിളി പോയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സാരമില്ല, രണ്ടാമതൊരടി കിട്ടുമ്പോഴത്തേക്കും പഠിച്ചോളൂ. ഈ ചില സിനിമകൾക്കകത്ത് ഒരടി മൂട്ടി കൊണ്ടുപോകുമ്പോഴത്തേക്കും പണ്ട് ഒരു ആക്സിഡന്റിനകത്തൊക്കെ എന്ത് ചെയ്യും, ഈ കിളി പോയി കിടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറെ കാലങ്ങൾ മറന്നൊക്കെ പോകും. ഏതാ പറഞ്ഞതെന്നൊക്കെ, അല്ലെങ്കിൽ ആരാണ്, സ്വന്തം എന്താ ബന്ധമെന്നൊക്കെ മറന്നു പോകും. പിന്നീട് ഇതുപോലെ സഡൻലി ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് ആ പോയ മെമ്മറിയൊക്കെ തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ കണക്ക് നവീൻ ജോസിനെ കൊണ്ട് അടിയിൽ ആദ്യത്തെ അടിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഷോക്കായിരുന്നു. അതുകൊണ്ട് അടി പോയി കിറങ്ങിയിരിക്കുക നവീൻ ജോസ്, കിളി പോയി. ഇപ്പൊ അതിരുന്നിട്ട് ഞാൻ പറയുന്നതെല്ലാം ജവ ആരാ പറയുന്നത്, എൻജോയ് ചെയ്യുക അറിയുന്ന പറയുന്നത്. ഇംഗ്ലീഷിൽ അടി പഠിക്കുന്ന, ഇംഗ്ലീഷിൽ കമന്റ് ഇട്ട് അടി പഠിക്കുന്ന. നല്ലതുപോലെ കഴിച്ചോ, എൻജോയ് ചെയ്ത് കഴിച്ചോ, കിട്ടുന്നതൊക്കെ വാങ്ങിച്ചിട്ട്. എന്തായാലും പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഫേസ്ബുക്ക് പേജിനകത്ത് എന്നോട് വന്ന് സംസാരിക്കാൻ തൻ്റെ ഇടം കാണിക്കരുത്. കാണിച്ചാൽ ഞാൻ തിരിച്ചു തരും. മനസ്സിലായി? അത് നിങ്ങൾക്കൊരു പാഠമായിരിക്കണം. നിങ്ങളുടെ അടുത്ത് വന്ന്, നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് മറ്റുള്ളവർ അവരുടെ വീട്ടിലിരുന്ന് വൃത്തികേടോ അന്യായങ്ങളോ മോശമോ അവരവരുടെ വീടുകളിൽ പറയട്ടെ, അവരുടെ മേശകളിനകത്തിരുന്നോ അവരുടെ ബെഡ്റൂമിനകത്തോ അവർ തമ്മിൽ സംസാരിക്കുന്ന നമുക്ക് വിഷയമില്ലല്ലോ. പക്ഷെ നമ്മുടെ വീടിനകത്ത് വന്നൊരുത്തരം സംസാരിക്കാൻ തൻ്റെ ഇടം ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മുടെ പ്രൈവസിയെയും നമ്മുടെ അധികാരത്തെയും ഒരുത്തൻ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നു എന്നുള്ളത് പോലെയാണ്. അടിമയാക്കി നമ്മളെ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളത് പോലെയാണ്. അതിനൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്ക് പേജിൽ നല്ല ഷാർപ്പായിട്ട് തന്നെ മറുപടി കൊടുക്കുക. കാരണം ഇന്നത്തെ കാലത്ത് ആയുധം മസ്റ്റ്
കയ്യിലുണ്ടായിരിക്കണം. പ്രതിരോധം അറിഞ്ഞിരിക്കണം. നമ്മൾ കുഞ്ഞുങ്ങളെ കരാട്ടെ പഠിപ്പിക്കുന്ന എന്തിനാണ്? എന്തെങ്കിലും സംഭവം വന്നു കഴിഞ്ഞാൽ നല്ല തിരിച്ച് കാര്യമായിട്ട് മടക്കി അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനകത്ത് നമ്മളായിരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രതിരോധിക്കാൻ പഠിച്ചിരിക്കണം. അല്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനകത്ത് മാത്രം പ്രതിരോധിച്ചാൽ അത് വലിയ ആനക്കാട്ട ഭാര്യയെ പാപവും, അല്ലാതെ ഡയറക്റ്റ് ഒരുത്തം കത്തിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവനെ ചെറുത്ത് നിൽക്കുന്നത് നമ്മൾ ചെറുത്ത് നിൽപ്പല്ലേ എന്ന് പറയുന്നതും ചിന്തിക്കുന്ന ഊളകളോടാണ് ഞാൻ പറയുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനകത്ത് അവൻ ഏറ്റവും അധികം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധം തെറിയാണ്. തെറിയും വൃത്തികേടും ആഭാസവുമാണ് അവൻ ഉപയോഗിക്കാൻ. അവൻ തീട്ടവും ചെളിയും ഒക്കെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനെയും പ്രതിരോധിക്കാനുള്ള കഴിവും കപ്പാസിറ്റിയും സ്വർണമോ? മുഹമ്മദ് സുനീർ, അവന്റെ പ്രൊഫൈലിന്റെ പരസ്യം എന്താണ്? സ്വർണമോ? ഇത്രയും തീവ്രവാദം പറയാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? അതാണ് മോനെ തൂറാന്റെ മഹിമ എന്ന് പറയുന്നത്. തൂറാന്റെ മഹിമ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് അത് വന്നു പോകും. DP എന്തുവാ അതിനകത്ത് എഴുതിയിരിക്കുന്നത്? മനസ്സിലായോ? തൂറാന്റെ മഹിമയാണത്. സഹോദരങ്ങളെ, ഇവിടെ തണുപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിലൊക്കെ ഞാൻ ഇപ്പോൾ സൂമിൽ വന്നാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് വരാൻ പറ്റും? ഒരു 40 മിനിറ്റ് നമുക്ക് സൂം കൂടിയാലോ? എന്നാ പറയുന്നു സഹോദരങ്ങളെ? എല്ലാരും ഓണമൊക്കെ കഴിഞ്ഞതിന്റെ ക്ഷീണത്തില് എന്നാ പറയുന്നു? രണ്ടോ മൂന്നോ പേരാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സൂമില് מצווה גדולה להיות בשמחה תמיד. എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളി ദിവസമാണ്. കുറെ തീവ്രവാദികൾ ഹൂറിയെടുത്ത് പോയിട്ടുണ്ട്. ഹൂറികളുടെ കണ്ണുനീരും പ്രാർത്ഥനയും. എനിക്ക് നിങ്ങളുടെ കമന്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കമന്റ് ഇടുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയുന്നില്ലല്ലോ. അപ്പൊ ഞാൻ സൂമിലോട്ട് വരട്ടെ. מצווה גדולה להיות בשמחה תמיד. ഓക്കെ, ഞാൻ സൂമിൽ വരാം. നിങ്ങളുടെ കമന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാം.